ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു, ഫിറാറോ റോഷർ കേക്ക്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കിലോൻ്റെ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്യുക. ബട്ടർ ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ബട്ടർ പേപ്പറിന് പകരം ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. രണ്ടിനും എഫക്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് ആദ്യം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഡാർക്ക് കൊക്കോ പൗഡറാണ്. അതൊരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. ഇനിയൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമ്മൾ ബേക്കിംഗ് പൗഡറിൻ്റെ ജസ്റ്റ് ഹാഫാണ് ബേക്കിംഗ് സോഡ എടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാനാണ്, കേക്കിൻ്റെ ഒരു നല്ലൊരു മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കണം. നമ്മളിത് എത്രത്തോളം ഒരു തരി ഇല്ലാതെ എടുക്കണോ അത്രയും നമ്മളെ കേക്കിൻ്റെ സ്പോഞ്ച് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 2-3 വട്ടമൊക്കെ നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുക. നന്നായിട്ട് വെൽ കമ്പൈൻ ആയിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് തരിച്ചെടുക്കുക. കേക്കിൻ്റെ സ്പോഞ്ച് നല്ലോണം സോഫ്റ്റ് ആവുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ തരിച്ചെടുക്കൽ കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ടൊന്ന് തരിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ മുട്ട ഇതിലേക്കുള്ളതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 kg ആയത് കാരണം 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ തന്നെ ഇതിനായിട്ട് യൂസ് ചെയ്യാം. പറ്റുമെങ്കിൽ നമ്മൾ ബൗളൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുട്ടയുടെ ആ ഒരു റോസ് സ്മെല്ല് കിട്ടാതിരിക്കാനാണ് വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ അത് എന്താണെങ്കിലും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മതിയാവും. ഇനി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ എത്രത്തോളം മുട്ട ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അത്രയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ബീറ്റായിട്ട് കിട്ടണം. ഇനി അത്യാവശ്യം കുറച്ചൊന്ന് ബീറ്റായി കഴിഞ്ഞാൽ നമ്മളിതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നന്നായിട്ടതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ക്രീമായിട്ട് കിട്ടണം. നന്നായിട്ട് ക്രീമി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ മുട്ട നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു നല്ലൊരു സ്പോഞ്ചിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ. നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കണില്ല. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമുക്കിതിലേക്ക് കുറേശ്ശെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് ഡയറക്ഷനിൽ പതുക്കെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. നമ്മൾ അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ ബാറ്റർ വളരെ ലൂസായിട്ട് പോകും. അപ്പോൾ കേക്ക് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. ബാറ്റർ ഒന്ന് തിക്കായിട്ട് വരികയാണെങ്കിൽ അതിലേക്കൊരു 1/4 കപ്പ് പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. നമ്മളത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ നല്ല റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സ്ക്വയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നും ഇളക്കി കൊടുത്താലും മതിയാവും. അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ എയർ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതൊരു പാനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാനിൽ വെച്ചിട്ട് നമ്മളൊരു സ്റ്റാൻഡ് വെച്ച് പാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവനിലാണെങ്കിൽ ഒരു 170 പ്രീ ഹീറ്റ് ചെയ്തിട്ടൊരു 30 or 35 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 30-35 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഗോൾഡൻ മാർക്കിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 1 കപ്പ് യൂസ് ചെയ്യാം. 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഗോൾഡൻ മാർക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച കാരണം നന്നായിട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കതൊരു വിസ്കർ വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റ് ചെയ്യാം. പക്ഷേ വിസ്ക് വെച്ചിട്ടാകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. പക്ഷെ ഇതേപോലെ തന്നെ കിട്ടും ചെയ്യും കേട്ടോ. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ആണെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ടൈം ഒരുപാട് എടുക്കുന്നുള്ളൂ. ബീറ്റർ ആകുമ്പോൾ അത്ര ടൈം നമുക്ക് ലാഭിക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബീറ്ററിൻ്റെ ബ്ലേഡ് ഉണ്ടല്ലോ അതൊരു കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. നല്ലൊരു ചോക്ലേറ്റ് കേക്ക് ആയത് കാരണമാണ് ഇത് ഒഴിച്ചിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൽ. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചോക്ലേറ്റ് സിറപ്പാണിത്. ഇത് നമ്മളെ ഡാർക്ക് ചോക്ലേറ്റും വെള്ളവും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തെടുത്ത ഒരു സിറപ്പാണ്. ഇത് വെച്ചിട്ടാണ് കേക്ക് നന്നായിട്ട് മോയ്സ്റ്റായിട്ട് എടുക്കുന്നത്. നമ്മുടെ സ്പഞ്ച് ഇവിടെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേക്ക് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇനി നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മോയ്സ്റ്റ് ആക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കേക്കിൽ നന്നായിട്ടത് പെനിട്രേറ്റ് ചെയ്യണം. അതുവരെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടമാവുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ഫെറാറോ റോഷർ കേക്ക്. കുറച്ച് വെറൈറ്റി ആയിട്ട് രീതിയിലായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സ്ട്രോബെറി എസൻസ് ജസ്റ്റ് വിപ്പിംഗ് ക്രീമിലൊന്ന് വിപ്പ് ചെയ്തിട്ട് എടുത്തതാണ്. നമ്മൾ ചോക്ലേറ്റ് സ്ട്രോബെറി കോംബോ ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ കോംബോ ഇഷ്ടമാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ഐസിങ് ചെയ്താലും മതി. നമുക്ക് ഓർഡറാണ്. അപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ചോക്ലേറ്റ് സ്ട്രോബെറി ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ. കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് ഈ സ്റ്റെപ്പ്. നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓരോ ലെയറും വെച്ചിട്ട് അങ്ങനെ ഐസിങ് ചെയ്തെടുക്കുക. മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണല്ലോ സ്ട്രോബെറിയുടെ എസെൻസ്. അപ്പോൾ ഞങ്ങൾ ടൈഗറിൻ്റെ സ്ട്രോബെറി എസെൻസ് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടത്. ക്രഷ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഓരോന്നും അങ്ങനെ ഐസിങ് ചെയ്തെടുക്കുക. നമ്മൾ അവസാനത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ടോട്ടലായിട്ടുള്ള ഐസിങ് ആണ്. അപ്പോൾ നമ്മൾ ലെയേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രീം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി ക്രീം എടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ചിലർക്ക് കഴിക്കാൻ ഇഷ്ടം തന്നെ അതിൻ്റെ ആ ക്രീമായിരിക്കും. അപ്പോൾ ക്രീം നല്ലോണം അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു സ്ക്രേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വടിച്ചെടുക്കുക. കേക്കിൻ്റെ ഇടയിൽ ഹേസൽനട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഹേസൽനട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഹേസൽനട്ട് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഇട്ട് കൊടുക്കായിരുന്നത്. ഹേസൽനട്ട് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ക്രീമിൽ കുറച്ച് ഹേസൽനട്ടിൻ്റെ ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമായിരിക്കും. കയ്യിൽ ഹേസൽനട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മളതൊന്ന് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് പിസ്താഷ്യോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ പിസ്താഷ്യോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ നാല് സൈഡിലും നമ്മുടെ കേക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇതേപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറയില്ല. നമ്മളെ കേക്കിൻ്റെ റെസിപ്പി ജസ്റ്റ് അതിൻ്റെ ഒരു മോഡൽ മാത്രം ആണ്. നമുക്ക് നമ്മുടെ രീതിയിലാണ് നമ്മൾ കേക്ക് ട്രൈ ചെയ്യേണ്ടത്. നമ്മളതിൻ്റെ മുകളിൽ ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് തന്നെയാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഗനാഷ് എല്ലായിടത്തും ഒന്നാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം കൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വലിയ ഫ്ലവേഴ്സിന് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ കേക്ക് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഫ്ലവറിൻ്റെ മുകളിലാണ് നമ്മൾ ഫെറാറോ റോഷർ ആ ഒരു മിഠായി വെച്ച് കൊടുക്കുന്നത്, ഫെറാറോ റോഷർ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ ഫോയിൽ ഊരിയിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. പക്ഷേ കാണാനായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അവിടെ കേക്ക് സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫെറാറോ റോഷർ കേക്ക് ഇവിടെ റെഡിയാണ്. ഇപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കുക. നമ്മൾ കേക്ക് ഡെക്കറേറ്റിംഗ് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ കല്യാണത്തിനും ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കിൻ്റെ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.